അടിസ്ഥാന പാഠാവലി പാഠപുസ്തകത്തിലെ കിട്ടും പണമെങ്കിലിപ്പോൾ എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന സ്വാർത്ഥതയും പണത്തിനു പിന്നാലെ പായുന്ന, പണം കൊണ്ട് എന്തും നേടാനാകുമെന്ന് വിശ്വസിക്കുന്ന ഒരു സമകാലിക ജനതയെയും നിശിതമായി വിമർശിക്കുന്നതാണ് ഈ പാഠത്തിൻ്റെ പ്രമേയം. പാഠത്തിൻ്റെ കേന്ദ്ര പ്രമേയത്തെ അടിസ്ഥാനമാക്കി ഞങ്ങൾ സൃഷ്ടിച്ച ഈ വീഡിയോ സസന്തോഷം നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പണത്തിനു പിന്നാലെ ഒരു സമൂഹം തന്നെ പായുമ്പോൾ ഇല്ലാതാക്കപ്പെടുന്നത് കുറേയേറെ മനുഷ്യജന്മങ്ങളാണ്. അങ്ങനെ പണത്തിൻ്റെയും പദവിയുടെയും അധീനതയിൽപ്പെട്ട് തങ്ങളുടെ ജീവിതവും സ്വപ്നങ്ങളും കൊഴിഞ്ഞു പോകാൻ വിധിക്കപ്പെട്ട രണ്ട് വ്യക്തികളെയാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ ആവിഷ്കരിക്കുന്നത്. ഇത് അഭിരാമി, സംഗീതത്തെ ഏറെ ഇഷ്ടപ്പെടുന്നവർ. നമുക്കിനി അഭിരാമിയുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു ചെല്ലാം. പാട്ടാണോ നടക്കുന്നേ? അടുത്തൊന്നും നടക്കുന്നില്ലയോ? നല്ലോണം പാടി മോളെ കേട്ടോ. പിന്നെ നിനക്ക് പാടാനൊക്കെ താല്പര്യമുണ്ടോ? ടീച്ചർ ഓഡീഷന്റെ നോട്ടീസ് കണ്ടിരുന്നു. നമുക്ക് അതിലൊന്ന് അപ്ലൈ ചെയ്താലോ? എന്താ നിന്റെ അഭിപ്രായം? നിന്നെ കൊണ്ട് പറ്റും. നിന്റെ വേണ്ടി എന്ത് സപ്പോർട്ടും ഞാൻ ചെയ്തു തരാം. നീ പാടണം കേട്ടോ. തൻ്റെ മകളെ ഏതു വിധേനയും പേരും പ്രശസ്തിയുമുള്ള ഒരു വലിയ പാട്ടുകാരിയാക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദേശ വ്യവസായി ജെയിംസിൻ്റെയും ആനയുടെയും വീട്ടിലേക്ക് നമുക്കൊന്ന് കടന്നു. ഹലോ, പാട്ടൊക്കെ പാടുന്നുണ്ടോ? ഇടയ്ക്കൊക്കെ പാടുന്നേ. ഇന്ന് ചാനലിലൊരു പരസ്യം കണ്ടോ, റിയാലിറ്റി ഷോയുടെ? ഞാനും കണ്ടായിരുന്നു ആ പരസ്യം. ഞാൻ അന്ന് പറഞ്ഞില്ലേ ചാനലിൽ ഒരാളെ പരിചയമുണ്ടെന്ന്. നമുക്ക് അയാൾ വഴി നോക്കിയാലോ? നടക്കോ ഇച്ചായ? നടക്കും. കിട്ടിയാ മതിയായിരുന്നു നമ്മുടെ മോക്ക്. എന്തേ ഇന്നും വന്നില്ല, നിന്നോടൊന്നും ചൊല്ലില്ല, അനുരാഗം നീ. അഭിരാമി, ഞാൻ അഭിരാമിയെ 2 ദിവസമായിട്ട് തിരക്കി നടന്നതായിരുന്നു. എല്ലാവരോടും ചോദിച്ചു, നിന്നെ കണ്ടില്ലായിരുന്നു. അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനാ. അന്ന് നമ്മളൊരു ഓഡീഷൻ്റെ ആപ്ലിക്കേഷൻ അയച്ചാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. നിനക്കത് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് എറണാകുളത്ത് വെച്ചാ അടുത്ത ആഴ്ച പോവുകയും വേണം. അയ്യോ, എറണാകുളത്താണ് ടീച്ചറെ. എനിക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ആരും ഇല്ല. അതൊന്നും നീ പേടിക്കണ്ട, ഞാനുണ്ട്. ഞാൻ നിന്നെ കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നതാ. നീ പാടിയ മാത്രം മതി കേട്ടോ. എന്തായി? കിട്ടിയില്ല ടീച്ചറെ. പോട്ടെ. ചേട്ടാ, നമ്മുടെ മോക്ക് സെലക്ഷൻ കിട്ടി. ഞാൻ പേടിച്ചിരിക്കുമായിരുന്നു, അവൾക്ക് കിട്ടുമോ ഇല്ലയോ. എൻ്റെ പേടി ഫുള്ളും അഭിരാമിക്ക് കിട്ടുമെന്നുള്ളതായിരുന്നു. കാശ് പോയാലും വേണ്ടില്ല, അവൾക്ക് കിട്ടിയല്ലോ, എനിക്ക് സമാധാനമായി. കല എന്നത് പണത്തിന് അധീനതപ്പെട്ടപ്പോൾ നഷ്ടമായത് അഭിരാമിയുടെ സ്വപ്നങ്ങളാണ്. ഇങ്ങനെ സ്വന്തം സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട എത്രയോ പേരുണ്ട് നമുക്കിടയിൽ. സ്വപ്നങ്ങൾ മാത്രമാണോ നഷ്ടപ്പെടാറുള്ളത്? ഒരിക്കലുമല്ല, ജീവിതം തന്നെ നഷ്ടപ്പെട്ടവരുണ്ട്. നമുക്ക് അന്നമുണ്ണാനായി നമുക്കായി കഷ്ടപ്പെടുന്ന, നമുക്കായി വിയർപ്പത്തുള്ളികളിറ്റിക്കുന്ന ഒരുപാട് കർഷക ജന്മങ്ങളുണ്ട് നമുക്കിടയിൽ. ഈ പണത്തിൻ്റെ പെരുപ്പത്തിനിടയിൽ നമ്മൾ മറന്നു പോകുന്ന ചില ജീവിതങ്ങൾ, അവയിൽ ഒരാളുടെ ജീവിതത്തിൻ്റെ മുമ്പിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ശക്തമായ കാറ്റിലും വേനൽ മഴയിലും വയനാട്ടിൽ വ്യാപക കൃഷിനാശം. പേമാരി തൻ്റെ കൃഷി സർവസ്വം നശിപ്പിച്ചപ്പോൾ കടക്കിണിയിലായത് ജാനകിയാണ്. അന്നു മുതൽ തൻ്റെ ഏക മകളുമായി കൃഷിനാശം സംഭവിച്ചതിൻ്റെ ധനസഹായത്തിന് സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങുകയാണവർ. സാറേ, കയറി വരൂ, എന്താ കാര്യം? ഞാൻ കുറച്ച് കാലമായിട്ട് ഈ ഓഫീസിൽ കയറി ഇറങ്ങുക. എൻ്റെ കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാരം ഇതുവരെ അനുവദിച്ച് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ വന്നപ്പോഴേ പറഞ്ഞല്ലോ, കുറെ നൂലാമാലകളുണ്ട് അതിന്റെ പിന്നില്. അപ്പൊ പിന്നെ അതിനനുസരിച്ച് കാലതാമസമൊക്കെ എടുക്കും. എനിക്ക് ഈ ഒരു മോളേ ഉള്ളൂ. കൃഷിയിലൂടെ ഞങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ ഇത്രയും മനസ്സിലേക്ക് ഒരു കാര്യം ഞാൻ ചെയ്യാം, സ്പീഡാക്കാം ഈ പ്രോസസ്സൊക്കെ. പക്ഷേ ഒരു പാലമിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നാണല്ലോ. അതെനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് എന്തായാലും ധനസഹായമൊക്കെ കിട്ടുകയല്ലേ, അപ്പൊ അതിൽ നിന്നൊരു പങ്ക് എനിക്കും ആവാം. അത് നിങ്ങൾക്ക് എന്തായാലും പോവാം, നിങ്ങൾക്ക് ഒരുപാട് ജോലിയുണ്ട് ഇവിടെ. വെക്കോ.
കർഷക ആത്മഹത്യ. തിരുവല്ലയിൽ വീണ്ടും ഒരു കർഷക ആത്മഹത്യ കൂടി. കടക്കെണി മൂലം ആത്മഹത്യ ചെയ്തു എന്നാണ് പ്രാഥമിക നിഗമനം. വേനൽ മഴയിലുണ്ടായ കൃഷിനാശം കർഷകയ്ക്ക് വൻതോതിലുള്ള നാശനഷ്ടമാണ് സൃഷ്ടിച്ചത്. തിരുവല്ല നേര്യത്ത് വീട്ടിൽ ജാനകിയാണ് കടക്കെണി മൂലം ആത്മഹത്യ ചെയ്തത്. ഒന്നിനോടും തൃപ്തി തോന്നാത്ത, വീണ്ടും വീണ്ടും പണം നേടാനുള്ള മനുഷ്യൻ്റെ ദുരാഗ്രഹതയിൽ പൊലിഞ്ഞില്ലാതായത് ജാനകിയുടെ ജീവനാണ്. ആ കുഞ്ഞിൻ്റെ അനാഥത്വത്തിന് ആരാണ് ഉത്തരവാദി? ഒന്നാലോചിച്ച് നോക്കൂ സമൂഹമേ. പണം മാത്രമാണോ മനുഷ്യന് വേണ്ടത്? അതിനുമപ്പുറം മനുഷ്യബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു ജനതയല്ലേ നമുക്കാവശ്യം? അതെ, പരസ്പരം സ്നേഹവും കരുതലും നൽകുന്ന, ഇല്ലായ്മകളിൽ ചേർത്തു നിർത്തുന്ന, ജാതിമത ഭേദങ്ങൾക്കപ്പുറം കലർപ്പില്ലാത്ത സ്നേഹം പങ്കുവെക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് വേണ്ടത്. അതിനായി നമുക്ക് കൈകോർക്കാം.